ഇതല്ല, കുറച്ചും കൂടി പോട്ടെ. ആ സംഭവം നടന്നെന്ന്. അതെ, ഇതാന്ന് തോന്നുന്നു. അന്ന് ആ സമയം അവിടെ ആരോ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ആളാ അത്. ശരി. അവനെ കണ്ടിട്ട് ഒരു പരിചയവും തോന്നുന്നില്ലല്ലോ. ആരാന്ന് തിരിച്ചറിയാതെ ഇനി എന്താ ചെയ്യാ? അന്ന് അമ്മയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒരു സംഘത്തിൽ പിടിച്ച് കെട്ടിയിട്ടിരുന്നില്ലേ? അതിൽ മെയിൻ ആയിട്ടുണ്ടായിരുന്നത് ഇവനാ. ശരിയാ, അതിവൻ തന്നെയാ. അതെ, ഇവനാ ആ ആള്. അപ്പോ ഇവിടെ നടന്ന എല്ലാ പ്രശ്നങ്ങളുമായി ഇവന് ബന്ധമുണ്ട്. ഇതിന്റെ പിന്നില് ആരോ ഉണ്ട്. അവരെ പ്ലാനിങ് ഇതെല്ലാം. ഇവൻ അവരെ വരുത്തിയതാ. ഈ കുടുംബം തകർക്കാൻ നോക്കുന്ന ആ ആളെ കണ്ടെത്തണമെന്ന് അതാ പറയുന്ന. എന്തായാലും ഇക്കാര്യം തൽക്കാലം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. മറ്റാരും ഇതറിയരുത്. മുത്തശ്ശിയുടെ മരണത്തിന് പിന്നിൽ ആരാ, അത് നമുക്ക് തെളിയിക്കാം. വഴിയുണ്ട്. ഇന്ന് തന്നെ നമ്മളത് തെളിയിക്കും. ഉറപ്പാ. നിങ്ങൾ വാ. മുത്തശ്ശി എന്നെ അനുഗ്രഹിക്കണം. എൻട്രൻസ് പരീക്ഷയിൽ ജയിക്കാനായാൽ എന്റെ ജീവിതത്തിലൊരു വലിയ വഴി തുറന്നു കിട്ടും. ആർക്കൊരു ബാധ്യതയാവാതെ ഇവിടുന്ന് പോവാൻ എനിക്ക് കഴിയും. മുത്തശ്ശിയോട് ഞാൻ ഒരു അപരാധവും ചെയ്തിട്ടില്ലെന്ന് മുത്തശ്ശിക്കറിയാം. എനിക്ക് വേണ്ടിയാ മുത്തശ്ശി മരിച്ചത്. എന്നെ കൊല്ലാൻ വന്നവരാണ് മുത്തശ്ശിയെ തല്ലി താഴെയിട്ടത്. എല്ലാ സത്യവും ഒരു കാലത്ത് പുറത്തു വരും മുത്തശ്ശി. അതിന് അധിക കാലൊന്നും ആർക്കും കാത്തിരിക്കേണ്ടി വരില്ല. മുത്തശ്ശിയുടെ ആത്മാവ് ആ കൊലപാതകയെ വെറുതെ വിടില്ല.
എന്നെ അനുഗ്രഹിക്കണേ മുത്തശ്ശി. വാ മോളെ, വാ. ഇരിക്കെ. നിന്റെ പ്രാർത്ഥന വസുമതി കേൾക്കും മോളെ. മോള് ധൈര്യമായിരിക്കേ. മുത്തശ്ശൻ എന്നെ അനുഗ്രഹിക്കണം. മോള് നന്നായി വരും. പഠിച്ച് നീ ഉയരങ്ങളിലെത്തും. എന്റെ വസുമതിയുടെ ജീവനെടുത്ത ആളെ കണ്ടെത്താൻ പോലീസിന് കഴിയാതെ വന്നാൽ ആ കൊലയാളിയുടെ കയ്യിൽ വിലങ്ങ് വയ്ക്കാൻ മോൾക്ക് കഴിയുന്നതൊക്കെ ചെയ്യണം. കാരണം നിന്റെ സത്യസന്ധതയാ ചോദ്യം ചെയ്തിരിക്കുന്നേ. ദേവി എല്ലാത്തിനും തുണയുണ്ട് മുത്തശ്ശ. കാവേരി ചേച്ചി പ്രാർത്ഥിക്കണം. അതുണ്ടാവാതിരിക്കും അമ്മു. സഞ്ജുവും സ്വാതിയും പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുക. അവര് വന്നിട്ട് പോയാ പോരെ? അവര് വരാൻ വൈകും. ഞങ്ങളോട് പൊയ്ക്കോളാൻ പറഞ്ഞിട്ടാ പോയത്. ലച്ചു ശ്രീദേവിയെ കാണുന്നില്ലേ? ഞാൻ അമ്മയെ ചെന്ന് കണ്ടു. അമ്മ ബെഡിന്ന് എഴുന്നേറ്റിട്ടില്ല. എന്നാ നമുക്ക് ഇറങ്ങാം. പോയിട്ട് വരട്ടെ മുത്തശ്ശ. നിങ്ങൾ ചെല്ലേ. വാ. പോട്ടെ മുത്തശ്ശ. പോയിട്ടോ മോളെ. ശരി. അവളുടെ ജീവിതം ശരിയായ ദിശയിലേക്ക് ഒഴുകാൻ പോകുന്നത് ഇനിയാണച്ച. എന്റെ മനസ്സും അത് തന്നെയാ പറയുന്നേ. അനുഭവിക്കേണ്ടതിന്റെ 10 മടങ്ങ് ഈ ജീവിതത്തിനുള്ളിൽ അവൾ അനുഭവിച്ചു തീർത്തു. ഇനി അവൾക്കൊരു ജീവിതം വേണ്ടേ മോളെ? അതവൾ പ്രാർത്ഥിക്കുന്ന പെരുവണ്ണാപുരത്തമ്മ അവൾക്ക് നൽകും. അന്ന് ഞാനുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. നീ കണ്ടോ, എല്ലാവരേക്കാൾ ഉയരത്തിൽ അമ്മു എത്തും. ഒന്നും അറിയാതെയല്ല ഞാൻ അവളോട് പറഞ്ഞത്. ഇരിക്കൂ. താങ്ക് യു സർ. സർ, ഇതാണ്. സർ, ഇപ്പോ സാറിന് കാര്യം ബോധ്യമായല്ലോ. മുത്തശ്ശിയുടെ മരണ ദിവസം നടന്ന സംഭവം ഇതാണ്. എന്തായാലും ഈ CCTV ഫുട്ടേജ് കിട്ടിയത് നന്നായി. അന്വേഷണം എളുപ്പമാവും. ലച്ചുവിനെ പോലീസ് സംശയിച്ച്. ഇപ്പൊ അതല്ല സത്യമെന്ന് സാറിന് ബോധ്യമായില്ലേ? ഇവനാണല്ലേ? സാറിന് ഇയാളെ അറിയോ? കുറച്ചുനാൾ മുൻപ് ഞങ്ങളുടെ വീട്ടില് മറ്റൊരു സംഭവം കൂടി നടന്നു. എന്താ അത്? പറയൂ. മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒരു ദിവസം തട്ടിക്കൊണ്ടുപോയി.
സർ, ഇപ്പൊ നമ്മൾ CCTV ദൃശ്യത്തിൽ കണ്ട ഈ ആള് തന്നെയാ അന്നത്തെ സംഭവത്തിനും പിന്നിൽ. ഇത്രയും സംഭവം നടന്നിട്ടും പോലീസിൽ നിങ്ങൾ ഇൻഫോം ചെയ്തില്ലേ? സർ സോറി, പരാതി തന്നിട്ടില്ല. അതാ പ്രശ്നം. ഇപ്പൊ അതൊരു കൊലപാതകത്തിൽ അവസാനിച്ചു. നിങ്ങൾ വിദ്യാഭ്യാസവും വിവരമുള്ളവർ ഇങ്ങനെ ആയാൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ? സോറി സർ. ഇവന്റെ പേര് ജാക്കി എന്ന. കൊട്ടേഷൻ, പിടിച്ചുപറി, ഇവനില്ലാത്ത പരിപാടികളൊന്നുമില്ല. ഒരു പക്ക ക്രിമിനലാ. ഇവനെ ഞാൻ പൊക്കിക്കൊള്ളാം. ഇവനെ കിട്ടിയാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാളെ അല്ലെങ്കിൽ ഒന്നിലധികം പേരെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും. സർ, അത് ഒരു കാര്യം ഉറപ്പാ, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ള ആരോ ഒരാൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ശത്രു, അങ്ങനെ ആരോ ഒരാളാണ് ഇവനെ ഈ കൊലയ്ക്ക് നിയോഗിച്ചത്. സർ, അത് പിന്നെ നിങ്ങൾ ലച്ചു എന്ന് വിളിക്കുന്ന ലക്ഷ്മി അല്ലെങ്കിൽ മറ്റൊരാൾ ഇതിന്റെ പിന്നിലുണ്ട്. സർ, അതെന്താണെന്ന് കണ്ടുപിടിക്കുക ഇനി പോലീസിന്റെ ഡ്യൂട്ടിയാണ്. അതൊക്കെ ഞങ്ങൾ കൃത്യമായി ചെയ്തിരിക്കും. നിങ്ങൾ പോയിക്കോ. ശരി സർ. ജാക്കി, എന്താ നീ പറയുന്നത്? നിന്നെ തേടി പോലീസ് വന്നെന്നോ? നീ രക്ഷപ്പെട്ടത് ഭാഗ്യം. ആ പിന്നെ ഇനി എന്നെ നീ വിളിക്കരുത് കേട്ടോ. പോലീസ് ഫോൺ കോൾ വെച്ച് ആളെ പിടിക്കും. നീ വല്ല വാനത്തിലോ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പ്ലീസ് ഇനി എന്നെ വിളിക്കരുത്. പോലീസുകാരുടെ കയ്യിലകപ്പെട്ട ഇവൻ ഇനി എന്റെ പേര് പറയൂ? സഞ്ജു കൊടുത്ത CCTV ഫൂട്ടേജാ പ്രശ്നമായത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? പറയണം മാഡം. തങ്കച്ചി, ഞാൻ ഏൽപ്പിച്ച കാര്യം എന്തായി? ഞാൻ അന്വേഷിക്കുന്നുണ്ട് മാഡം. ഇനി അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇന്ന് തന്നെ ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അത് മാഡം പ്ലീസ് ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട. കണ്ടുപിടിക്കാനല്ലേ നിനക്ക് ഞാൻ അഡ്വാൻസ് തന്നത്? ഞാൻ അന്വേഷിക്കുന്നുണ്ട് മാഡം. അതവിടെ നിൽക്കട്ടെ. ഇന്ന് നമ്മൾ തമ്മിൽ കാണും. അപ്പോൾ ആ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. ശ്രമിക്കാം മാഡം. ശ്രമിച്ചാൽ പോരാ, എനിക്ക് കാര്യങ്ങൾ വ്യക്തമാവണം. ഞാൻ പറഞ്ഞില്ലേ,
നീ സ്വപ്നം കാണാത്ത അത്ര പണം നിനക്ക് ഞാൻ തരും. ശരി മാഡം. വേഗം ചെന്ന് ഡീറ്റെയിൽസ് ഒന്ന് കണ്ടെത്ത്. തെളിവാ എനിക്ക് വേണ്ടത്. എന്നിട്ട് ഉടനെ എന്നെ വിളിക്കണം. ഓക്കെ മാഡം. ശരി. ലച്ചുവിന്റെ ഭർത്താവ് സഞ്ജു ആണെന്ന് തെളിവ് കിട്ടിയാൽ ആ എവിഡൻസ് വെച്ച് സഞ്ജുവിനെ ഭീഷണിപ്പെടുത്താം. അപ്പൊ ജാക്കിക്കെതിരെയുള്ള കേസ് അവൻ പിൻവലിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്യിക്കും. ഇല്ലെങ്കിൽ ഒളിവിൽപ്പെടുന്നത് ഞാനാ. ആ, റിസൾട്ട് ഇപ്പൊ വരും. ഫലം എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലാ കാര്യങ്ങൾ. 70% മാർക്ക് നേടിയാൽ ലക്ഷ്മിക്ക് അഡ്മിഷൻ തരാം. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് സർ. ആ, ആഹാ, ഞെട്ടിച്ച് കളഞ്ഞല്ലോ. ലക്ഷ്മി എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതിയിട്ടുണ്ട്. ലക്ഷ്മി അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സർ. അതിന്റെ റിസൾട്ടാണിത്. ലക്ഷ്മിക്ക് അഡ്മിഷൻ ഉറപ്പിക്കാം. ലക്ഷ്മിക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞു. സിലബസും മറ്റു കാര്യങ്ങളും ടീച്ചർ തരും. താങ്ക് യു സർ. എന്നിട്ട് ലച്ചുവിന്റെ കുടുംബ പേര് തച്ചിലെടുത്തെന്നാ. ആ തച്ചിലെടുത്ത തറവാട്ടുകാർ ഈ സിറ്റി തന്നെയുണ്ട്. അതെയോ? ആ, അവര് താമസിക്കുന്ന സ്ഥലം കാണാൻ ഞാൻ കുറേ ശ്രമിച്ചു. പക്ഷെ കണ്ടെത്താനായില്ല. പിന്നെ നീ ഇപ്പൊ എന്ത് രഹസ്യം കണ്ടെത്തിയെന്ന്? മാഡം, അർജുൻ എന്നൊരു ഏട്ടൻ ലച്ചുവിനുണ്ട്. ലച്ചുവിന്റെ മൂത്ത സഹോദരനാ അർജുൻ. ആ അർജുന്റെ മകൻ പഠിക്കുന്ന സ്കൂളിന്റെ അഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആണോ? ആ സ്കൂളിൽ ചെന്ന് അർജുന്റെ മോനെ കണ്ട അവരെവിടെ താമസിക്കുന്നെന്ന് അറിയാൻ പറ്റും. നന്ദൂട്ടൻ എന്ന ആ കുട്ടിയുടെ പേര്. ഞാൻ പോയി നന്ദൂട്ടനെ കണ്ട് ഇക്കാര്യം തിരക്കിയ അവന് സംശയം തോന്നും. അതാ ഞാൻ അവനെ കാണാൻ പോകത്തത്. സ്കൂളിന്റെ അഡ്രസ്സ് ഞാൻ തരാം. മാഡം ആ സ്കൂളിൽ പോയി നന്ദൂട്ടനെ കണ്ടാ മതി. സൂത്രത്തിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനാകും. പിന്നെ മാഡം ആ സ്കൂളിൽ പോയി ആ കൊച്ചിനെ കണ്ടെന്ന് വെച്ച് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്തായാലും അന്വേഷണത്തിൽ നിന്ന് ഒരു കാര്യം എനിക്ക് ഉറപ്പായി. ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആള് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു പയ്യനാ. ഇനി ആ സത്യം നന്ദൂട്ടന്റെ വായിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്നത് മാഡത്തിന്റെ മിടുക്ക് പോലെ ഇരിക്കും. അപ്പൊ തങ്കച്ചി ഞാൻ വിചാരിച്ച പോലെ അല്ല, ആളും മിടിക്കുക. എന്തായാലും ഈ ഡീറ്റെയിൽസ് ഒന്നും തങ്കച്ചി സ്വാതിയോട് പറയരുത്. അല്ല മാഡം, ആ കുട്ടിയല്ലേ ഇതൊക്കെ അറിയാൻ മുമ്പേ എനിക്ക് രൂപ തന്നത്. ആ, സംഗതിയൊക്കെ ശരിയാ. പക്ഷേ കൂടുതൽ ക്യാഷ് തന്നത് ഞാനാ. ഒന്നും വെറുതെ വേണ്ട. ഞാൻ അങ്ങനെയാ. എന്നെ സഹായിക്കുന്നവരെ കൈ അയച്ച് ഞാനും തിരിച്ച് സഹായിക്കും. ആ സ്കൂളിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയൂ. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ മാഡം. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ശരി മാഡം. ആ, ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. സ്വാതി ഡീറ്റെയിൽസ് ഒന്നും അറിയരുത്. പിന്നെ ഇന്ന് തന്നെ തരാന്ന് പറഞ്ഞ ക്യാഷ് നിന്റെ അക്കൗണ്ടിൽ എത്തിയിരിക്കും.
അപ്പോ ഇനി വൈകണ്ട, നേരെ സ്കൂളിലേക്ക്. ലച്ചുനിപ്പോ സന്തോഷമായില്ലേ? സിലബസിലെ ബുക്കാ, വാങ്ങിച്ചോളൂ. അടുത്ത ക്ലാസ് അറിയിക്കാം, അന്ന് വന്നാ മതി. ശരി ടീച്ചർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമുക്ക് പിന്നെ നോക്കാടോ. ഇപ്പൊ വീട്ടിൽ പോ. വാ.